ഹായ് ഫ്രണ്ട്സ്, സജേട്ടാ എന്താ ഇപ്പം പരിപാടി? ഇന്ന് നമ്മൾ പനങ്കുരുവിൻ്റെ പണിയാണ്. പനങ്കുരു ഒന്ന് കൊല വെട്ടിയിട്ട് കൊണ്ടുപോയി കൊടുക്കാനുള്ള പരിപാടിയാണ്. പനയുടെ മുകളിൽ കയറിട്ടിട്ട് നമ്മൾ ഇറക്കും. കയറിട്ട് പോയിട്ട് നമ്മൾ ഇറക്കും. നമ്മുടെ ആശ വേറെ ഇട്ടാ ഇത് ഇറക്കണം. നമ്മള് ആശ ഇവിടെ വേറെ സെറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. പനയുടെ മുകളിൽ സെറ്റാക്കി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആള്. അപ്പൊ എത്ര കിലോനാണ് നമുക്ക് ടാർഗറ്റ്? നമുക്ക് ടാർഗറ്റ് ഒരു 1000 കിലോണാണെങ്കിൽ ടാർഗറ്റ് ചെയ്യുന്നത്. 1000 കിലോ കിട്ടണം. 1000 കിലോ ഇറക്കാനാണ് പിന്നെയെന്ന് പറഞ്ഞു വെച്ചെങ്കിൽ ഇതിന് വിലയൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ അന്നുള്ള കാലത്ത് ഈ അടക്കയിലൊക്കെ ഇടുന്ന സാധനമാണ് ഇത്. ഇതാണ് നമ്മുടെ കയറ്. പനയുടെ മുകളിലേക്ക് കൊണ്ടുപോകാനുള്ള കയറാണിത്. എന്നിട്ട് മുകളിൽ പനയുടെ മുകളിൽ വെച്ച് കൊലയുടെ അവിടെ വെച്ചിട്ട് ടൈറ്റ് ചെയ്ത് ലോക്ക് ചെയ്യും. എന്നിട്ടാണ് നമ്മൾ കൊല ഇറക്കുക കേട്ടോ. ഓ യെസ്, ഇതാണ് പോയേക്കണു. ഇതാ പനയുടെ മുകളിൽ അതിൻ്റെ ഉണങ്ങിയ പട്ടയൊക്കെ ഇതാ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ. ലൂസ് അടിച്ചോ 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 പോരട്ടെ പോരട്ടെ പോരട്ടെ. അങ്ങനെ കൊല നമ്മുടെ കൊല്ല അവിടെ അടിയിലേക്ക് എത്തിയിട്ടാ. സജിയേട്ട അവിടെ ലോഡിയത് പിടിച്ചിറക്കിയിരുന്നത്. ഇറക്കിക്കോ ഇറക്കിക്കോ. ഇതാണ് നമ്മുടെ പനങ്കുരു കേട്ടോ. അതിപ്പോൾ പനയുടെ മുകളിൽ നിന്ന് ഇപ്പോൾ ഇറക്കിയിട്ടുള്ളൂ ഞങ്ങൾ കയറിൻ്റെ മുകളിൽ. ഇനി ഇത് കയറ് അഴിച്ചിട്ട്, ഇത് ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന കയറാണ്. ഇത് അഴിച്ചിട്ട് നമ്മളിത് പീസാക്കും. അല്ല സജേട്ടാ? സജേട്ടാ എങ്ങനെയുണ്ട്? എന്തായാലും ഒന്ന് പറയും. ചൊറിച്ചിലുണ്ടോ? ഇതിന് പീസാക്കിയിട്ട് മാല പോലെ നിങ്ങൾക്ക് കിട്ടും. ഒരു മിനിറ്റ് കേട്ടെ സജേട്ടാ, ഇത് കണ്ടോ? ഇങ്ങനെ മാല പോലെ കേട്ടോ, നല്ല അടിപൊളി മാലയിട്ട് കിട്ടുന്നുണ്ട്. ഓരോ മാല പോലെ നമ്മൾ എടുക്കും. എന്നിട്ട് നേരെ ചാക്കിലേക്ക് കയറ്റുക ചെയ്യാടാ. ഹലോ ഗൈസ്, നമ്മുടെ പനങ്കുരു വീട്ടിൽ കഴിഞ്ഞു കേട്ടോ. നല്ല ചൂടായിരുന്നു, എളുപ്പമല്ല. അപ്പോൾ ഇതാ വെട്ടി ചൊറിച്ചിലാക്കി അമ്മാരി ചൊറിച്ചില്. നല്ല ചൊറിച്ചിലാ, ഭയങ്കര കഷ്ടപ്പാടാ. ചവിട്ടി നിറയ്ക്കാണ്. പിന്നെ ഉറുമ്പിൻ്റെ ശല്യം, പിന്നെ തേനീച്ചുണ്ടോ കടന്നലുണ്ടോ നോക്കണം. സ്പ്രേ കൈ പിടിച്ച് നടക്കുക. ഗിറ്റില്ലേ? എന്നാലും അതിലും കാര്യമില്ല. പട്ടീനെ പോലെ പണിയാ, ചാച്ചാവിനെ പോലെ നടക്കുക, ജീവിക്കുക. ചാച്ചാവ് സംഭവം പഴുത്ത് കഴിഞ്ഞാലുണ്ടല്ലോ ഭയങ്കര ഒരു ആവി തള്ളും, ഭയങ്കര ചൊറിച്ചിലാവും. കൈയിനെ പോലൊക്കെ ഭയങ്കര ചൊറിച്ചിലാവും. നമുക്ക് ശീലമായി. നമ്മളിപ്പോൾ വർക്കില്ലാത്തപ്പോൾ നമ്മളെന്തായാലും പനകളൊക്കെ കണ്ടിട്ട് ഇതേപോലെ സുമേഷ് സെറ്റ് ചെയ്യുമൊക്കെ.
അപ്പോൾ ഞാൻ സജാട്ടും കൂടിയിട്ട് വരും, ലോഡ് ചെയ്യും. ഫ്രീ ടൈമില്ല. എന്ന് ചാട്ടത് ചേട്ടൻ. ഇതിപ്പോൾ ചൊറിച്ചിൽ കുറവുണ്ട്. അത് കാരണം ഇതിപ്പോൾ ഓൾറെഡി മൂപ്പിട്ടുള്ള പനങ്കുരുവാണ്. മൂപ്പുള്ളത് അത് പഴുത്ത് കഴിഞ്ഞാണ് ചൊറിച്ചത്. ഹലോ ഗൈസ്, ഇന്ന് സജേട്ടനാണ് ഹാറ്റിൻ്റെ പണി. എന്നത്തെ സജേട്ടനെ ഏറ്റുക. സജേട്ടൻ എത്ര കിലോമീറ്ററാണ് പോണ് ഏറ്റിട്ട്? കിലോമീറ്റർ പറയണ്ട. പാറയുടെ ഉള്ളിൽ കൂടെയൊക്കെ ആൾ പോണ്, എളുപ്പമല്ല. മൊന്തറുള്ള കൂടെ എല്ലാ പണിക്കും കൂട്ടോ. ഈ പനങ്കുരു 2-3 ആവശ്യങ്ങൾക്ക് നമുക്ക് എടുക്കാം കേട്ടോ. ഒരുപാട് മാല പോലെ അലങ്കരിക്കാനൊക്കെ എടുക്കാം. കല്യാണത്തിന് അങ്ങനെ കണ്ടോ സജേട്ടനെ ഇങ്ങനെ മാലയൊക്കെ ഇട്ട് കൊടുത്തിട്ട് കൊടുക്കുക. സെറ്റപ്പോ അടിപൊളിയായിട്ട് മാലടാ. നല്ല ഭംഗിയുള്ള പോലെ ഉണ്ട്. ഇത് കുറച്ചൊക്കെ കൊഴിഞ്ഞതാ. നല്ല ഭംഗി. അപ്പോൾ അത് മാലയായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അല്ല മാല വളപ്പിൻ്റെ പകരം മാല വളപ്പിൻ്റെ പറ്റില്ല. കത്തില്ലേ? ചൊറിയും കത്തില്ലേ? അല്ല ചൊറിയ ഉപയോഗിക്കാല്ലേ? സജേട്ടൻ ചൊറിയ ഉപയോഗിച്ചാലത് അങ്ങനെ നമ്മുടെ ലാസ്റ്റത്തെ പനങ്കുരു ഇതാ ചാക്കിലാക്കി. ഇനി ഇത് നമ്മൾ വള്ളി വെച്ചിട്ട് കെട്ടി സെറ്റാക്കിയിട്ട് ലോഡ് ചെയ്യാൻ പോവാണ് കേട്ടോ. നമ്മളിതേ പനയുടെ മുകളിൽ കയറുമ്പോൾ നല്ല തേനീച്ചയും നല്ല ഉറുമ്പൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരെ മയക്കാൻ വേണ്ടിയിട്ടുള്ള സാധനം കേട്ടോ ഹിറ്റ്. വേറെ ഒരു ബ്ലാക്കുള്ള ഒരു ബോട്ടിൽ കൂടി ഉണ്ട് അല്ലേ. ഇതിലോട്ട് പവർ കൂടിയൊരു സാധനം കൂടി ഉണ്ട്. ഇതൊക്കെ ആയിട്ടാണ് നമ്മൾ പനയുടെ മുകളിലേക്ക് കയറുക കേട്ടോ. ഇതാ നമ്മുടെ സുമേഷാണ് പനയുടെ മുകളിൽ കയറുന്ന പുലി കേട്ടോ. ഇതുപോലെ പനയുടെ മുകളിലൊക്കെ കയറുമ്പോൾ ശ്രദ്ധിക്കണം. ഇവ ഒരുപാട് എക്സ്പീരിയൻസും ട്രെയിനിങ്ങിനൊക്കെ പോയിട്ടുള്ളതാണ് തെങ്ങ് കയറ്റത്തിൻ്റെയൊക്കെ. അത് കാരണമാണ് ഇപ്പം അത്രയും ഹെവി ആയിട്ടുള്ള പനയുടെ മുകളിലടക്കം കയറി പനയുടെ കൊല വിട്ടും. അപ്പോൾ ഇത് വീഡിയോ കണ്ടിട്ട് ആരും ഇതേപോലെ പനയുടെ മുകളിലും ഇതിൻ്റെ മുകളിലൊന്നും വലിച്ച് കയറാതിരിക്കുക. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വേട്ട അവസാനിച്ചു. സാധനം ഇതാ ലോഡ് ചെയ്യാൻ പോവാണ് കേട്ടോ. സജേട്ടതാ കൊണ്ടുപോവാണ്. ഇവിടെ നിന്നൊരു 150 മീറ്റർ കഴിഞ്ഞ് റോഡായിട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇതുവരെ ഉള്ളൂ കേട്ടോ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം നമുക്ക്. സമയം ഒരുപാട് വൈകി. ഓക്കെ ബൈ.